ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വന്നു കയറിയ പോലീസുകാരനും നമ്മുടെ സച്ചിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈവച്ച് ലാസ്റ്റ് അത് അടിയിൽ കലാശിച്ചു. നീ പോലീസുകാരുടെ ദേഹത്ത് കൈവയ്ക്കുന്നോടാന്ന് ചോദിച്ചുകൊണ്ട് സച്ചിക്കെട്ട് അയാളും കൊടുത്തു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയായി. പിടിച്ച് കയറ്റടാ ഇവനെന്നും പറഞ്ഞുകൊണ്ട് ആ പോലീസുകാരൻ പറഞ്ഞു, എന്നാടാ തുറച്ചു നോക്കുന്നത്, നിനക്ക് അത്രയ്ക്ക് ധൈര്യമാണോടാന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പിന്നെ അത് വല്ലാത്തൊരു അങ്ങോട്ടും ഇങ്ങോട്ടും പിടുത്തവും വലിയേക്കാം. അപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു, സാറേ ഇതൊരു പബ്ലിക് പ്ലേസാണ്, ഇവനെ നമുക്ക് പിന്നെ എടുക്കാം സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ അതും പറഞ്ഞ് പോലീസുകാരങ്ങ് പോയി. സച്ചിയുടെ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ നോക്കുമ്പോഴത്തേക്കും മറ്റേ പോലീസുകാരൻ വന്നിട്ട് സച്ചിയുടെ വണ്ടിയുടെ ചാവി ഊരിയെടുത്തു. അപ്പോൾ താൻ ആ വണ്ടി എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ സാറിന് കീ തരാൻ പറഞ്ഞു സച്ചി. വണ്ടി ഞാൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുക, നിന്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷയാണെന്ന് പോലീസുകാരൻ പറയുമ്പം, എന്ത് അഹങ്കാരം സാറല്ലേ അഹങ്കാരം കാണിക്കുന്നതെന്ന് സച്ചി അന്നേരം ചോദിച്ചു. ഞാൻ നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്തു, എനിക്കൊരു തെറ്റുപറ്റി, അത് ഞാൻ ഫൈൻ അടയ്ക്കാമെന്നും പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു സച്ചി. പക്ഷെ സാർ അത് എഴുതിയില്ല. എൻ്റെ അച്ഛനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പം, ഓ നിന്റെ അച്ഛനെ പറഞ്ഞാൽ നീ ആരുടെയും കുത്തിന് പിടിക്കുമോ നീ പോലീസുകാരൻ ചോദിച്ചു. അപ്പോൾ പിടിക്കും സാർ, വേണ്ടി വന്നാൽ പിടിക്കും എന്ന് സച്ചി. ഭയങ്കര കലിപ്പിക്കുക ആൾക്ക്. ഇതാണ് അഹങ്കാരമെന്നും ഇതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് തന്നതെന്നൊക്കെ ഈ പോലീസുകാരൻ പറയും കേട്ടോ. അപ്പം നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇത്. പിന്നെ നീ ഇന്ന് ഈ വണ്ടി കൊണ്ടുപോലെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്തോണ്ടേ ഈ വണ്ടിയായിട്ട് പോലീസുകാരൻ അങ്ങോട്ടേക്ക് പോകണം. സച്ചിയാണ് സാറെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ സച്ചിയെ വിളിച്ചു. സച്ചി, ഈ സാറേ ഇന്ന് ചാർജ് എടുത്തതേ ഉള്ളൂ, ആളൊരു ചൂടനാ, നിന്റെ കാറ് വിട്ട് കിട്ടാൻ കുറച്ച് വേർക്കേണ്ടി വരുമെന്ന് പറയാം, വിളിക്കേണ്ടവരെയൊക്കെ നീ വിളിച്ചോളാൻ പറഞ്ഞു, വാ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെയുള്ള പോലീസുകാരങ്ങ് പോവുകയും ചെയ്തു. സച്ചി ആകെ ധർമ്മസങ്കടത്തിലായി. അങ്ങനെ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഈ പോലീസുകാരൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ ദേവു ആയിരുന്നു. ദേവുവിൻ്റെ അരുണേട്ടനായിരുന്നു അത്. അപ്പോൾ തിരക്കിനിടയിൽ എന്നെ മറന്നു അല്ലേ എന്ന് ചോദിച്ചപ്പോൾ, മറക്കാനോ, നീ എൻ്റെ ഉള്ളിലെന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ എന്ന് അരുണേട്ടൻ പറയാം, പിന്നെ എങ്ങനെ മറക്കും എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ദേവുവിന് ഭയങ്കര സന്തോഷമായി. ഞാൻ ചാർജ് എടുക്കുമ്പോൾ നീ എന്നെ വിളിക്കുമെന്നാണ് ഞാൻ കരുതിയത്, എന്നെ വിഷ് ചെയ്യാനായിട്ടേ, പക്ഷേ നീ വിളിച്ചില്ല, അപ്പോൾ ആ സമയത്ത് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയാ ഞാൻ വിളിക്കാതിരുന്നതെന്ന് ദേവു പറയാണ്. വിഷയം വേണ്ടി കൂടിയിട്ടാട്ടോ ഞാനിപ്പോൾ വിളിച്ചതെന്നൊക്കെ പറഞ്ഞു. ഓൾ ദി ബെസ്റ്റൊക്കെ ദേവു പറയണു. നിങ്ങൾക്ക് കുറേ കള്ളന്മാരെ പിടിക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കള്ളന്മാരെ പിടിക്കാൻ മാത്രമാണോ പോലീസ്? നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറും കൊണ്ട് ഞാൻ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു ഫ്രോഡിൻ്റെ കാറാണ് ഇത്, എൻ്റെ പൊന്നോ, അവനുമായിട്ട് ഞാനൊന്ന് ഉടക്കിയെന്ന് പറയുമ്പം ഈ സ്റ്റേഷനിലേക്ക് വരുമ്പം എന്താ എന്നോട് പറഞ്ഞിരുന്നേ? ഇവിടെ നല്ല കുട്ടിയായിരിക്കും എന്നല്ലേ എന്ന് ദേവ് ചോദിക്കുക. എന്നിട്ട് വന്ന ഉടനെ തന്നെ ഒരാളായിട്ട് ഉടക്കിയോ? ഒരിക്കലും നന്നാവില്ല അല്ലേ എന്ന് ദേവ് ചോദിക്കുമ്പം, ഞാൻ സ്ട്രിക്റ്റാ, നിയമം അറിയാത്തവന്മാരെ അത് പഠിപ്പിക്കും, അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചെറിയ പ്രശ്നങ്ങളാണ് ഇതൊക്കെ, ഈ യൂണിഫോം അഴിക്കുന്നത് വരെ അതെന്തായാലും ഉണ്ടാകുമെന്ന് അരുൺ അങ്ങനെ പറഞ്ഞു. എന്തായാലും ഈ പോലീസുകാരനോട് ജീവിക്കാൻ നീ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ, അപ്പം പിന്നെ അതൊക്കെ അങ്ങ് സഹിച്ചേക്കാൻ ഈ അരുൺ പറയാം. സഹിക്കല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ദേവു. ശരി ഞാൻ ഡ്യൂട്ടിയില്ല, സംസാരിച്ചിരുന്നേ, സമയം കളയാൻ പറ്റില്ല, വൈകുന്നേരം കാണാം, ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഫോണും കട്ട് ചെയ്തു. ചേട്ടൻ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. ദേവു ഇവിടെ ആണെങ്കിൽ ചേട്ടനെ സ്വപ്നം കണ്ടിരിക്കുന്നു. ഇതൊന്നും അറിയാതെ നമ്മുടെ രേവതി അവിടെ വീട്ടിൽ തീർത്തി പിടിച്ച് ഓരോ പണി. അപ്പോഴത്തേക്കും സച്ചി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. സച്ചി അങ്ങോട്ടേക്ക് വന്നപ്പോൾ രേവതിയോട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ രേവതി സച്ചിയെ കണ്ടപ്പം സച്ചിന് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. എന്തോ പറ്റി സച്ചേട്ടാ, വരുന്ന ശബ്ദമൊന്നും കേട്ടില്ലല്ലോ, കാർ എവിടെ? അപ്പോൾ കാറ് വിറ്റുമെന്ന് പറഞ്ഞു ഒച്ച വയ്ക്കാം. വിൽക്കാനോ? പോലീസുകാർ അല്ലെങ്കിൽ ഇടിച്ചാനോ എല്ലൊടിച്ചാനോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പം, എന്താ സച്ചിയുടെ പ്രശ്നം, കാര്യം പറയാൻ പറഞ്ഞു. പ്രശ്നം എന്താണെന്ന് അറിയാൻ നമുക്ക് പരിഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. യൂണിഫോമിൻ്റെ പുറത്ത് ചിലർക്കൊക്കെ എന്തും ചെയ്യാമെന്നാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുവാണ്. അത് തിരുത്താനേ അറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ല എന്നും. അപ്പോൾ ഇത് എന്തൊക്കെ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയാളെ എന്നെ ട്രാഫിക് നിയമം പഠിപ്പിക്കുകയാണെന്നും അതറിയാതെയാണോ ഞാൻ ഇത്രയും നാളും പിന്നെ കോർ ഓടിച്ച് നടന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു. ജനങ്ങളെ സേവിക്കാനാണ് ശമ്പളം കൊടുക്കുന്ന സർക്കാർ, അല്ലാണ്ട് ഒരുമാതിരി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ, എൻ്റെ പൊന്ന് സച്ചിയേട്ടാ ഇങ്ങനെ ആദ്യം പിടിപ്പിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ, എന്താ പ്രശ്നം? ഒരു പോലീസുകാരനായിട്ട് ഞാനൊന്ന് ഉടക്കിയതാണെന്നും അവനെൻ്റെ കാറ് കൊണ്ട് പോയതും സച്ചി പറയാം. ഉടക്കാനോ? അപ്പം ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ മറന്നല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുന്നു. വന്ന ദേഷ്യത്തിന് നല്ല ഇടി കൊടുക്കാൻ എനിക്ക് തോന്നിയെന്നൊക്കെ പറഞ്ഞപ്പോൾ, എന്താ ഉണ്ടായതെന്ന് വെച്ചൊന്ന് പറയാൻ പറഞ്ഞു. അത് ചെറിയൊരു വിഷയമാണ്, അയാളത് വലുതാക്കിയെന്ന് സച്ചി രേവതിയോട് പറയുന്നു. പിന്നെ നടന്ന കാര്യങ്ങളെല്ലാം സച്ചി രേവതിയോട് പറയുവാണ്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്കും ഭയങ്കര ദേഷ്യം. അപ്പോൾ ഞാൻ നോ പാർക്കിംഗ് ഏരിയയിൽ കാറ് നിർത്തി, അത് തെറ്റായ കാര്യം തന്നെയാണ്, അതെനിക്കും അറിയാം, അതിന് ഫൈൻ അടച്ചാൽ പോരെ, എന്തിനാ എൻ്റെ കാറൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും, നോക്ക് സച്ചേട്ടൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം നല്ല ഈഗോ ഉള്ളൊരു പോലീസുകാരനാണെന്നും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സച്ചേട്ടൻ അയാളോട് കയർത്ത് സംസാരിച്ചു, ഷർട്ടിലും കയറി പിടിച്ചു, അതിനുള്ള പ്രതികാരമേ ചെയ്തതാണെന്ന കാര്യം രേവതി ഇങ്ങനെ പറയണു. പിന്നെ സച്ചേട്ടൻ്റെ മുൻകോപം
ആരാണ് എന്താണ് എന്നൊന്നും നോക്കില്ല, എടുത്ത് ചാടി അങ്ങ് പെരുമാറിക്കോളും. അത് തന്നെയാണ് ഇപ്പം ഇവിടെ വില്ലനായിരിക്കുന്നത്. ഞാനാണോ ഇപ്പം ഇവിടെ പ്രശ്നക്കാരനായിരിക്കുന്നതെന്ന് സച്ചി രേവതിയോട് ചോദിക്കുമ്പം സച്ചേട്ടാ നോക്ക്, സച്ചേട്ടൻ ദേഷ്യം നിയന്ത്രിക്കണമായിരുന്നു എന്ന് രേവതി പറയുന്നു. എൻ്റെ പൊന്നോ, ഇതിപ്പോൾ എത്ര ചികിത്സിച്ചിട്ടും ഭേദമാകുന്നില്ലല്ലോ എൻ്റെ ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് രേവതി നിൽക്കുക. പോകുമ്പോൾ ഞാനൊരു ബോട്ടിൽ വെള്ളമൊക്കെ തന്നു വിട്ടായിരുന്നല്ലോ, എന്തിനാ ഞാനത് തന്നു വിട്ടത് എന്ന് രേവതി ചോദിച്ചപ്പോൾ സച്ചി ഇങ്ങനെ നോക്കുക. പറ സച്ചേട്ടാ, എന്തിനാ തന്നു വിട്ടത്? അത് പിന്നെ ദേഷ്യം വരുമ്പം വായിൽ കൊള്ളാനായിട്ടായിരുന്നു എന്ന് പറഞ്ഞു. ദേഷ്യം തണുപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് കുറേ അങ്ങ് തണുപ്പിച്ചു അല്ലേ? ദേഷ്യം വന്നപ്പോൾ എന്താ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരുന്നതെന്ന് ചോദിച്ചു. അതുപോലെ ഞാൻ മറന്നുപോയെന്ന് സച്ചി. മണ്ണ് പോയി, നിങ്ങൾ നന്നാവില്ല എന്ന് ശപഥം ഇറങ്ങിയേക്കാണോ എന്ന് ചോദിച്ചു. അതൊക്കെ നീ വീട് രേവതി, എൻ്റെ കാറ് തിരികെ കിട്ടാൻ ഞാനിപ്പോൾ എന്നാ ചെയ്യേണ്ടത്? അതിനെപ്പറ്റി ഞാൻ ആലോചിക്കാൻ പറഞ്ഞു. അതിനെപ്പറ്റി ഇനി ഒന്നും ആലോചിക്കാനില്ല. സ്റ്റേഷനിൽ ചെന്ന് ഫൈൻ അടച്ചാൽ അദ്ദേഹം കാറ് തിരികെ തരും. സച്ചേട്ടൻ ചെല്ലാൻ പറഞ്ഞു. അയാളൊന്നും തരാൻ പോകുന്നൊന്നുമില്ല, അയാൾ വലിയ മോശക്കാരനാ എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയാം രേവതിയോട്. വേറെ വല്ല വഴി നോക്കണമെന്നും. വേറെ എന്ത് വഴി നോക്കാനാണെന്ന് ചോദിച്ചു. നോക്ക്, ഓരോന്ന് ചെയ്ത് കൂട്ടുമ്പോൾ ആലോചിക്കണമായിരുന്നു. ആരെങ്കിലും കൊണ്ട് വിളിച്ചു പറയിപ്പിക്കാമെന്ന് ചോദിച്ചപ്പോൾ പിന്നെ പറ്റും. പ്രധാനമന്ത്രി മതിയോ? അദ്ദേഹത്തിനാകുമ്പോൾ പിന്നെ എന്നെ നല്ല പരിചയമാണല്ലോ. അത് മതിയായിരിക്കും അല്ലേ? സച്ചേട്ടാ എന്നും പറഞ്ഞു രേവതി ഇങ്ങനെ നിൽക്കും കേട്ടോ. സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. അച്ഛൻ ഇത് അറിയുന്നത് മുന്നേ കാർ എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണം രേവതി, അല്ലെങ്കിൽ ആകെ പ്രശ്നമാകുമെന്ന് പറയുമ്പം നമുക്ക് നോക്കാം സച്ചേട്ടാ എന്ന് രേവതി പറയുവാണ്. എന്നെ ഒരു മാർഗം, അത് SI സാറിൻ്റെ വീട്ടിൽ ഞാൻ സ്ഥിരമായിട്ട് പൂ കൊടുക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊണ്ടൊന്ന് പറയിപ്പിച്ച് നോക്കാം, സഹായിക്കാതിരിക്കില്ല എന്ന് രേവതി പറയാം. എന്നാൽ പിന്നെ നീ ഒന്ന് പറഞ്ഞു നോക്കാൻ പറഞ്ഞു. അങ്ങനെ സച്ചി രേവതിയെ കൊണ്ട് കാര്യങ്ങൾ നടത്തിക്കാൻ വേണ്ടി പോകും. അപ്പോൾ രേവതി പോയി. അപ്പോൾ എന്താ രേവതി നീ പെട്ടെന്ന് ഇങ്ങ് പോകുന്നത്? അങ്ങനെ നീ പൂ തരാനല്ലാതെ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമല്ലോ എന്നാ ചേച്ചി പറയാം. അപ്പോൾ ഉണ്ട് മാഡം, അത് പിന്നെ കുറച്ച് അർജൻറ്റ് കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ രേവതി എന്ന് ചോദിച്ചേ. അത് പിന്നെ SI സാർ ഇവിടെ ഉണ്ടോ? ഇല്ല, ഇപ്പോൾ ഡ്യൂട്ടിയിലാണെന്നും. എന്താ ചോദിച്ചതെന്ന് ചേച്ചി ചോദിച്ചിട്ടോ. അപ്പോൾ എനിക്ക് ചെറിയൊരു സഹായം വേണമായിരുന്നു. അത് പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ കാറ് പോലീസ് കൊണ്ടുപോയി, ഇപ്പോൾ കാറ് സ്റ്റേഷനിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ അവർ കൊണ്ടുപോയത്, എന്താ കാരണമെന്ന് ചോദിച്ചു. അത് പിന്നെ നോ പാർക്കിംഗ് ബോർഡ് വെച്ച സ്ഥലത്ത് പാർക്ക് ചെയ്ത് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് തെറ്റല്ലേ രേവതി എന്നാ ചേച്ചി ചോദിച്ചു. അതെ, തെറ്റ് തന്നെയാ, അറിയാതെ പറ്റിപ്പോയതാ. പിന്നെ അദ്ദേഹം ബോർഡ് അവിടെ ശ്രദ്ധിച്ചില്ലായിരുന്നു എന്ന് പറയുമ്പം ചെയ്തത് തെറ്റാണ്, എന്നാലും ഫൈൻ അടച്ച് ഒഴിവാക്കേണ്ട കേസാണിതെന്നാ ചേച്ചി പറയുന്നു. അപ്പോൾ എന്തിനാ അവർ കാറ് കൊണ്ടുപോയത്? ഫൈൻ അടയ്ക്കാമെന്ന് അദ്ദേഹം പറഞ്ഞതാ, പക്ഷേ അവരത് കേട്ടില്ല എന്ന കാര്യം രേവതി കാറ് കൊണ്ടുപോയെന്നും പറയണു. പിന്നെ മാഡം, ആ കാറാ ഞങ്ങൾക്ക് അന്നം തരുന്നത്, ഇവിടുത്തെ SI സാറിനോടൊന്ന് പറഞ്ഞ്. അപ്പം രേവതി പറയുന്നത് എനിക്ക് മനസ്സിലാകും, ആര് പറഞ്ഞാലും അദ്ദേഹം കേൾക്കില്ല എന്ന് പറയുകയാണ്. അപ്പം മേഡം പറഞ്ഞാൽ കേൾക്കും. പ്ലീസ് മേഡം, എനിക്ക് വേണ്ടി ഒന്ന് മേഡം, ഈ കേസിൽ കാർ എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ അദ്ദേഹത്തോടൊന്ന് പറയാം, ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം മേഡം വിവരങ്ങളൊന്നും കൃത്യമായി പറയണേ. അപ്പം നീ എന്തായാലും വിളിച്ചു പറഞ്ഞു, ഞാൻ ചായ എടുക്കാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയി. അത് കഴിഞ്ഞ് സച്ചി പോലീസ് സ്റ്റേഷനിലെത്തി തൻ്റെ കാറിൽ ഇങ്ങനെ തലോടിയൊക്കെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്ക് രേവതിയുടെ കോള് വന്നു. വന്നപ്പോൾ രേവതി SI സാറിൻ്റെ ഭാര്യയെ കണ്ട് സംസാരിച്ചോന്ന് ചോദിച്ചു. ഞാൻ സംസാരിച്ചു സച്ചേട്ടാ. അതെ മേഡം സാറിനെ വിളിച്ചോളാവെന്ന് പറഞ്ഞിട്ടുണ്ട്. സച്ചേട്ടൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയോ? ഞാൻ എത്തി, പുറത്ത് നിൽക്കുമായിരുന്നു. കാറ് വിട്ടു തരുമായിരിക്കുമല്ലോ രേവതി? അപ്പം തരും സച്ചേട്ടാ. അതെ മേഡം ഉറപ്പ് പറഞ്ഞായിരുന്നു. സച്ചേട്ടൻ എന്തായാലും ചെല്ല് കേട്ടോ എന്ന് പറഞ്ഞിങ്ങനെ രേവതി പറഞ്ഞ അനുസരിച്ച് ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് സുധി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്നു. സുധി ഇറങ്ങി വന്നപ്പോഴത്തേക്കും സച്ചിയും സുധിയും കൂടെ കണ്ടു. നീ എന്താ ഇവിടെ? അപ്പോൾ സുധി പറഞ്ഞു, ഞാൻ എൻ്റെ കാശ് തട്ടിക്കൊണ്ട് പോയില്ലേ, അവനെതിരെ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി അതിനൊക്കെ പിന്നെ അതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കാനായിട്ട് വന്നതാ എന്ന് പറഞ്ഞ് സുധി ഇങ്ങനെ നിൽക്കുന്നു. ഒരന്വേഷണവും നടക്കുന്നില്ല, ചുമ്മാ ഇവരെന്നെ പറഞ്ഞു പറ്റിക്കുകയാണെന്ന് സുധി പറയുമ്പോൾ പറഞ്ഞ് സച്ചി നിൽക്കുന്നു. അല്ല നീ എന്താ ഇവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ പറഞ്ഞ് സച്ചി ഇങ്ങനെ നിൽക്കുക. പിന്നെ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇവിടെ വന്നില്ലെങ്കിൽ നിനക്ക് പിന്നെ കിടന്ന് ഉറക്കം വരത്തില്ലല്ലോ അല്ലേ? അല്ല ഇന്നെന്താണോ പുതിയ കേസ്? വെള്ളം അടിച്ചുകൊണ്ട് തല്ലുണ്ടാക്കിയോ? അതാണോ പോലീസ് ഇവിടേക്ക് വരാൻ നിന്നോട് പറഞ്ഞത്? അതെ, അത് തന്നെയാ കേസ്. ഞാൻ വെള്ളം അടിച്ച് തല്ലുണ്ടാക്കിയെന്ന് സച്ചി സുധിയോട് പറയണം. എടാ നീ ഒന്നും ഈ ജന്മം നന്നാവത്തില്ലടാന്ന് സുധി. നീ നന്നായി മതി ഓക്കെ എന്ന് പറഞ്ഞോട് സച്ചി അകത്തേക്ക് കയറിപ്പോയി. നാളെ എന്തിനു വന്നായിരിക്കും എന്ന് പറഞ്ഞോട് സുധി ഇങ്ങനെ നിൽക്കുക. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് സച്ചി വന്ന് അകത്ത് നിൽക്കുക. സച്ചി വന്ന് അകത്ത് നിന്ന് ഈ പോലീസുകാരുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഈ പോലീസുകാർ വീണ്ടും സച്ചി ചൊറിയുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ SI സാർ ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു.
SI സാർ എന്താണോ നിന്റെ വേലക്കാരനാണോ, നീ യാചിക്കുമ്പോൾ നീ പറയുമ്പോഴല്ലേ ഇവിടെ ഒന്ന് നിൽക്കാൻ എന്ന് ചോദിച്ചുകൊണ്ട് സച്ചിയോട് വളരെ ഇതായിട്ട് സംസാരിക്കുക. അപ്പോൾ കൂടെ ഉള്ളവരൊക്കെ കളിയാക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. സച്ചി ഒന്നും മിണ്ടുന്നില്ലേ. സാറിപ്പോൾ വരും, അവിടെ പോയി ഇരിക്കുക എന്ന് സച്ചിയോട് ഇങ്ങനെ അവിടെയുള്ള പോലീസുകാർ പറഞ്ഞു. സച്ചി എന്നിട്ട് ഈ പോലീസുകാരനെ ഒന്ന് നോക്കി, ശരിക്കും നോക്കിയിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. സച്ചി അങ്ങോട്ട് അവിടെ പോയി ഇരിക്കുന്ന സമയത്ത് സച്ചി എങ്ങനെയൊക്കെ പ്രലോഭിപ്പിക്കാമോ അതൊക്കെ ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുക പോലീസുകാർ. അപ്പോൾ അരുണെന്ന് പറഞ്ഞ പുള്ളിക്കാരൻ സച്ചിയുടെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുന്നു. വലിയ ഹീറോയാണെന്ന് അവൻ്റെ വിചാരം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് സച്ചിനെ എങ്ങനെയെങ്കിലും പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേ എന്താടാ നിന്റെ അഹങ്കാരം ഒന്നും തീർന്നില്ലേടാ എന്ന് ചോദിച്ചപ്പോൾ സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റു. എനിക്കല്ല അഹങ്കാരം സാറേ, അഹങ്കാരം നിങ്ങൾക്കാണെന്ന് സച്ചി അന്നേരം പറഞ്ഞു. ഈ യൂണിഫോം ഇട്ടതിൻ്റെ അഹങ്കാരമാണെന്ന് പറഞ്ഞു. അതാണ് നിങ്ങൾ ഇങ്ങനെ എന്നോട് കളിക്കുന്നതെന്ന് സച്ചി പറയുമ്പോൾ എന്നും പറഞ്ഞു കരുൺ. സാറിനെന്നെ അറിയാഞ്ഞിട്ടാണെന്ന് സച്ചി പറഞ്ഞു. ഞാൻ കളിക്കാൻ തുടങ്ങിയ സാറിനത് താങ്ങാൻ പോലും കഴിയില്ല എന്നും സച്ചി അരുണിനോട് പറയുന്നു. അരുണിന് ഭയങ്കര ഇൻസൾട്ട് ആയിക്കൊണ്ടിരിക്കാതെ നിങ്ങളുടെ സ്റ്റേഷനിൽ വെച്ചാൽ ഞാൻ ഈ പറയുന്നതെന്നും സച്ചി പറഞ്ഞു. ഇപ്പം ഞാൻ എത്ര മോശക്കാരനല്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്ന് സച്ചി ഇങ്ങനെ അരുണിനോട് പറഞ്ഞു. അപ്പോൾ ഈ അരുണിനെ തുറച്ചു നോക്കി പേടിപ്പിക്കല്ല സാറേ, തെറ്റ് ചെയ്യാത്തവന്, നേർവഴിക്ക് മാത്രം നടക്കുന്നവന് ദൈവത്തെ പോലും പേടിക്കണ്ട എന്ന് സച്ചി ഇങ്ങനെ സാറിനോട് പറഞ്ഞു. പിന്നല്ലേ പോലീസുകാരൻ്റെ ഇത് നിന്നെ ഇവിടെ കൊണ്ട് നിരത്തിച്ചതേ എൻ്റെ ഈ അഹങ്കാരമാണെന്ന കാര്യം അരുൺ അന്നേരം പറഞ്ഞു. നീ ഇപ്പോൾ ഇവിടെ ഇരിക്കുക, SI സാറെന്നല്ല ആര് വന്നാലും നിന്റെ കാറ് വിട്ടു തരാൻ പോകുന്നില്ല എന്നും അരുൺ അന്നേരം പറഞ്ഞു. അപ്പോൾ നമ്മുടെ സച്ചി അവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ട് സച്ചി ഇങ്ങനെ അവിടെ ഇരിക്കുവാണ്. അപ്പോൾ അരുൺ താരില്ലടാ ഞാൻ വേണമെങ്കിൽ എന്നെ കൈയാറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നും പറഞ്ഞ് നിന്നെ ജയിലിലേക്ക് അയക്കാനും എനിക്ക് അറിയാവുന്നു അരുൺ പറയുക. അതിനുള്ള വകുപ്പൊക്കെ ഉണ്ടെന്നും പറഞ്ഞു. പക്ഷേ ഞാനതിപ്പോൾ ചെയ്യുന്നില്ല. എനിക്ക് തൽക്കാലം സന്തോഷിക്കാൻ നിന്റെ കാറ് മതിയെന്ന് പറയുന്നു. കുറച്ച് നാളത് അവിടെ അങ്ങനെ കിടക്കട്ടെ എന്ന് പറയുമ്പം ഞാൻ എൻ്റെ കാറ് കൊണ്ടുപോയിരിക്കും സാറേ ഇന്ന് തന്നെ എന്ന് സച്ചി പറയുന്നു. അപ്പം നമുക്ക് കാണാം എന്ന് അരുൺ. കാണാം സാറേ എന്ന് സച്ചി പറഞ്ഞു തീർന്നില്ല. നമ്മുടെ SI സാർ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ നീ ആരാന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് സാർ സച്ചി, എൻ്റെ കാറാണ് ഇദ്ദേഹം പിടിച്ചെടുത്തതെന്ന് പറയുമ്പോൾ സാർ ഇവൻ്റെ കാറ് പാർക്ക് ചെയ്തിരുന്നു നോ പാർക്കിംഗ് ഏരിയയിലായിരുന്നെന്നും അത് ഞാൻ ചെയ്തപ്പോൾ ഇവനെ മെക്കിട്ട് കയറുക ചെയ്തതെന്നും അരുൺ പറയുന്നു. ഇവനെൻ്റെ ദേഹത്ത് കൈവച്ചു എന്നും പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ട് SI സാർ ഇങ്ങനെ പറഞ്ഞ് മൂളിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അതെ സാർ അവരുടെ അടുത്തേക്ക് ചെന്നു. എന്താടോ ഈ കേട്ടത് ശരിയാണോ എന്ന് SI സാറ് ചോദിച്ചു. സാർ ഈ പറയുന്നത് പോലെ കൈ വെച്ചിട്ടൊന്നും ഇല്ല സാറേ എന്ന് സച്ചി പറയുന്നു. കൈ വെച്ചിരുന്നെങ്കിൽ ഇദ്ദേഹത്തെ ഇപ്പോൾ ഇവിടെ കാണുമോ സാറേ എന്ന് ചോദിച്ചു. ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടാവില്ലേ എന്നും സച്ചി ചോദിക്കുക. ഞാൻ തല്ലിയിട്ടൊന്നും ഇല്ലാന്നും ഷർട്ടിലൊന്ന് പിടിച്ചു എന്നുള്ളത് ശരിയാ, ഷർട്ടിൽ പിടിച്ചോ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ നിന്റെ അച്ഛൻ്റെ തറവാട്ട് വകയാണോ റോഡെന്ന് ചോദിച്ചപ്പം പിടിച്ചു പോയതാണ് സാർ എന്ന് പറയുകയാണ് നമ്മുടെ സച്ചി. എന്താരുണേ ഇത് ഇങ്ങനെയാണോ ആളുകളോട് പെരുമാറേണ്ടതെന്ന് ചോദിച്ചാൽ അരുണിനോട് ദേഷ്യപ്പെടുവാണ് SI. അരുണായ തമ്മിൽ നിൽക്കുക. പബ്ലിക്കിനോട് മാന്യമായി സംസാരിക്കണം, മനസ്സിലായോ എന്ന് ചോദിച്ചപ്പം മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പം നോ പാർക്കിംഗ്, കാർ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഫൈൻ അടിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. എന്തിനാ കാറ് പിടിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ ചോദിക്കുക. അപ്പം അങ്ങനെ ചോദിക്കും സാറെന്ന് സച്ചി. അപ്പോൾ ട്രാഫിക് റൂൾസിനെ പറ്റി നിനക്കെന്തൊന്നും അറിയില്ലേ എന്ന് ചോദിച്ചു. അത് പിന്നെ അറിയാം സാർ, അത് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണെന്ന് സച്ചി അന്നേരം പറയണു. അത് ബോർഡ് ഞാൻ ശ്രദ്ധിച്ചില്ല, അത് പിന്നെ ഫൈൻ അടയ്ക്കാമെന്നും ഞാൻ പറഞ്ഞതാണെന്നും സച്ചി. പക്ഷേ ഇദ്ദേഹം അത് കേട്ടില്ല എന്നും പറഞ്ഞു. നേരെ കാർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അരുൺ താൻ ചെയ്തത് തെറ്റാണ്, ഇയാളുടെ വണ്ടി കൊടുത്തേക്കാനും SI സാറ് പറഞ്ഞു. സാർ അത് പറഞ്ഞത് ആദ്യം കേൾക്കാം, വണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് SI സാറ് പറഞ്ഞു. എന്തായാലും രേവതി പോയി സംസാരിച്ചതുകൊണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടായി. സച്ചിക്ക് ആ കാറിൻ്റെ താക്കോല് അരുൺ എടുത്ത് കൊടുക്കുവാണ്. പക്ഷെ അരുണിന് ഭയങ്കര വെറുപ്പായി പോയി സച്ചിയോട്. സച്ചിക്ക് തിരിച്ചു. എന്തായാലും ചേട്ടനും അനിയനും കൂടെ തുടക്കത്തിലെ അടിയായി. അങ്ങനെ പുല്ല് പോലെ നമ്മുടെ സച്ചി ആ കാറും എടുത്തോണ്ട് ഇങ്ങ് പോരുന്നു. അങ്ങനെ SI സാറിനോട് നന്ദി പറഞ്ഞു നമ്മുടെ സച്ചി. സാറിനെ പോലെയുള്ള നല്ല പോലീസുകാരാ, എന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് എപ്പോഴും ധൈര്യം, നന്ദിയുണ്ട് സാറേ എന്ന് പറഞ്ഞു. റൂൾസൊക്കെ പാലിക്കണം, ഫൈൻ അടിച്ചിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ സച്ചി അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ഫയലും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നേക്കാൻ പറഞ്ഞു. SI സാർ അകത്തേക്ക് കയറിപ്പോയി. SI സാർ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ സച്ചി അരുണിനെ നോക്കുന്നു, അരുൺ സച്ചിയെ നോക്കുന്നു. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ സച്ചി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ SI സാറ് പറഞ്ഞ് മനസ്സിൽ കിടന്ന് അലട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അരുൺ പുറത്തിങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് സച്ചി ഫൈനൊക്കെ അടച്ചിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അരുണിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ ഈ ഒരു ഇതൊക്കെ കറക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം നീ വിജയിച്ചു എന്ന് കരുതണ്ടടാ, നിന്നെ ഇനിയും എൻ്റെ കൈ കിട്ടുമെന്നും അതിനുള്ള കാരണം ഞാൻ ഉണ്ടാക്കിക്കോളാവെന്നും അരുൺ പറയുക. അപ്പം സച്ചി എന്ന് ചിരിച്ചു. തൂക്കിയെടുത്ത് അകത്തോട് ഞാൻ നോക്കിക്കോ, അപ്പം നിന്നെ ആരെങ്കിലും രക്ഷിക്കുമോ എന്ന് നോക്കാം എന്നൊക്കെ പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞു സച്ചി. ആരും നിന്നെ രക്ഷിക്കാൻ വരില്ലടാ, ഞാൻ എല്ലാ വഴികളും അടക്കിവടാ എന്നും പറഞ്ഞുകൊണ്ട് അരുൺ ഇങ്ങനെ സച്ചിയോട് പറയുന്നു. സച്ചി അന്നേരം അരുണിനെ നോക്കി മീശയും പിരിച്ചിങ്ങനെ അവിടെ നിൽക്കുവാണ്. അപ്പം അങ്ങനെ
സാറിൻ്റെ വിരട്ടലൊക്കെ അവിടെ അങ്ങ് മടക്കി വെച്ചേക്കാൻ സച്ചി ഇയാളോട് പറഞ്ഞു. നേരെയാണെങ്കിൽ നേരെ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് സച്ചി ആ താക്കോലിട്ട് ഈ അരുണിൻ്റെ മുന്നിലിട്ട് കറക്കി കാണിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. അരുണത് ഭയങ്കര ഇൻസൾട്ടായിട്ട് എന്തോ വലിയ നഷ്ടം സംഭവിച്ച ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ ടാറ്റാ.